നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സോറോസ് ഡൊണാൾഡ് ട്രംപിൻ്റെ ബിനാമിയാണ് എന്ന്? എന്നാൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് കാര്യകാരണസഹിതം പറയുകയാണ് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ഭാരതീയരായ നമ്മളെല്ലാവരും എന്തുകൊണ്ട് ഒറ്റ മനസ്സോടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചും അദ്ദേഹം തൻ്റെ ഈ പോസ്റ്റിലൂടെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ആ പോയിന്റുകൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ആ പോസ്റ്റ് വായിക്കാം. നമ്മൾ ഏവരും ഒരൊറ്റ മനസ്സോടെ PM മോദിക്ക് പിന്നിൽ അണിനിരക്കേണ്ട സമയം ആഗതമായിരിക്കുകയാണ്. ആ ട്രംപിൻ്റെ ഉദ്ദേശം എന്താണ് എന്നറിയാമോ മക്കളെ? തീരുവ 500% ആക്കാൻ പോകുന്നു. എന്നിട്ടും ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് ആരുടെ മുന്നിലും നട്ടെല്ല് വളയ്ക്കാതെ നമ്മുടെ PM മോദി, വിശദമായിട്ട് പറയാം, 2026 ജനുവരി 8 US കോമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലട്നിക് ഒരു പ്രസ്താവന നടത്തി. അതിൽ ഏഷ്യൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം ഈ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾ പൂർത്തിയാകുന്നതിന് മുൻപ് ഇന്ത്യയുമായുള്ള കരാർ നടക്കുമെന്ന് താൻ കരുതിയിരുന്നതായി അവകാശപ്പെട്ടു. ഇന്ത്യയുമായുള്ള ചർച്ചകൾ തടസ്സപ്പെട്ടതിനാലാണ് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധവുമായി US മുന്നോട്ട് പോയത് എന്ന് ലട്നിക് പറഞ്ഞു. കൂടാതെ ഇന്ത്യ കരാർ ഉറപ്പിക്കുന്നതിനായി ഇന്ത്യക്ക് ഒരു പ്രത്യേക സമയപരിധി, അതായത് 3 വെള്ളിയാഴ്ചകൾ നൽകിയിരുന്നു. എങ്കിലും ആ സമയപരിധി തെറ്റിച്ചുവെന്നും ഇന്ത്യ US സ്വതന്ത്ര വ്യാപാര കരാർ തയ്യാറായിരുന്നുവെന്നും എന്നാൽ അത് പൂർത്തിയാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വിളിക്കാത്തത് കൊണ്ടാണ് അത് നടപ്പിലാകാതെ പോയത് എന്നും ട്രംപ് പല പ്രാവശ്യം വിളിക്കാൻ നോക്കിയിട്ടും അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നും ആരോപിച്ചു. ഇന്ത്യ സമയപരിധി പാലിക്കാത്തതിനെ തുടർന്ന് ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം എന്നിവരുമായുള്ള കരാറുകൾ US അന്തിമമാക്കി. ഉയർന്ന നിരക്കുകൾ വരും. ഇന്ത്യയുമായുള്ള കുറഞ്ഞ നിരക്കിലുള്ള കരാർ നേരത്തെ ആകും എന്ന് കരുതിയാണ് ഈ രാജ്യങ്ങളുമായി ഉയർന്ന താരിഫ് നിരക്കിൽ ചർച്ചകൾ നടത്തിയത്. എന്നാൽ ഇന്ത്യ കരാർ പട്ടികയിൽ നിന്ന് പിറകോട്ട് പോയതുകൊണ്ട് അവയും നടന്നില്ല. കയ്യിൽ ഇരുന്നതുമില്ല, കടിച്ചത് പിടിച്ചതുമില്ല എന്ന ഗതി. 2026 ജനുവരി 9, അതായത് കഴിഞ്ഞ ദിവസം S ജയശങ്കറിന്റെ ജന്മദിനമാണ്. ഇന്ത്യ ലട്നിക്കിന്റെ പ്രസ്താവനകൾക്ക് മറുപടി നൽകിയത് എന്താണെന്നറിയാമോ എന്ന് അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ ചോദിക്കുന്നു. കൊമേഴ്സ് സെക്രട്ടറിയുടെ പ്രസ്താവന കൃത്യമല്ല എന്ന് വെച്ചാൽ ഇയാൾ എന്തൊക്കെ പുലമ്പുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തള്ളി. കൂടാതെ 2025 പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ട്രംപും സംസാരിച്ചിട്ടുണ്ട് എന്നും ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ ഒരു വ്യാപാര കരാറിനായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ട്രംപിന്റെ അളിഞ്ഞ ബുദ്ധി എന്താണ് എന്നറിയാമോ? രാഹുൽ ഗാന്ധി എന്തിനാണ് വിദേശ രാജ്യങ്ങൾ സ്വന്തം സെക്യൂരിറ്റിക്കാരോട് പറയാതെ പോലും സന്ദർശിക്കുന്നത്? ഡീപ് സ്റ്റേറ്റുമായി സോറോസുമായി എന്തിനാണ് ബന്ധം പുലർത്തുന്നത്? ജൻസി പ്രക്ഷോഭം ഇന്ത്യയിലും വേണമെന്ന് ആഗ്രഹിച്ചത് നാം കണ്ടതല്ലേ? എന്നിട്ട് മോദിയുടെ ഒരു രോമത്തെ പോലും സ്പർശിക്കാൻ സാധിച്ചോ? ഇല്ല. മോദി ഡോളറിനെ മാറ്റി നിർത്തി രൂപയിൽ വിനിമയം നടത്തുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് റൂബിൾ വിനിമയത്തിലൂടെയാണ്. US-ന്റെ ആയുധ ലോബി തകരുന്നു. കാരണം ഇന്ത്യയാണ്. ലോകരാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ മത്സരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മേക്ക് ഇൻ ഇന്ത്യ ആയുധങ്ങൾ ലോകോത്തരമാണ് എന്ന് നാം ലോകത്തിന് പ്രാക്ടിക്കലായി കാട്ടിക്കൊടുത്തു. 2024-25 ഇന്ത്യയുടെ ആയുധ കയറ്റുമതി 23,622 ആണ്. 2014 UPA കാലത്ത് അത് വെറും 686 കോടി രൂപയായിരുന്നു എന്നോർക്കണം. ഇനി ഇന്ത്യ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും വാങ്ങിയാൽ ആ സാങ്കേതിക വിദ്യ ഉൾപ്പെടെയാണ് വാങ്ങുന്നത്. മരുന്ന് വിതരണം കയറ്റുമതിയിലും നാം വളരെ മുന്നിലെത്തി. എന്ന് വെച്ചാൽ $30.4 ബില്യൺ ഒന്ന് മറ്റൊന്നിന് വളമാകുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ വളരുമ്പോൾ, അതായത് മൂന്നാം സാമ്പത്തിക ശക്തിയാകുമ്പോൾ US തളരുകയാണ്. കാരണം മുകളിൽ പറഞ്ഞ വ്യവസായങ്ങളുടെ കുത്തക മുൻപ് US-നായിരുന്നു. പുലിമുരുകൻ എന്ന സിനിമയിൽ തന്റെ സാമ്രാജ്യം തകർത്ത പുലിമുരുകനോട് ഡാഡി ഗിരിജയ്ക്ക് തോന്നിയ ഒടുങ്ങാത്ത പകയുമായി അയാൾ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയതുപോലെ ട്രംപും ഇറങ്ങി. അതിനായുള്ള തന്ത്രമാണ് ഈ വ്യാപാര കരാർ. 2025 അമേരിക്ക ജപ്പാനുമായി വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. ട്രംപിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് കരാർ ഉണ്ടാക്കിയത്. ഫലമോ ജപ്പാൻ പ്രധാനമന്ത്രിയുടെ കസേര തെറിച്ചു. 2025 മെയ് മാസം അമേരിക്ക ബ്രിട്ടനുമായി വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. ബ്രിട്ടൻ പ്രധാനമന്ത്രി കോമാളിയായി. 2025 മെയ് മാസം അമേരിക്ക യൂറോപ്യൻ യൂണിയനുമായി വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഇനിയിപ്പോൾ ട്രംപ് ഇന്ത്യയുമായി ഏകപക്ഷീയമായ വ്യാപാര ബന്ധം നടത്താനായി വാശി പിടിക്കുന്നു. വ്യാപാര കരാർ നടന്നില്ല എങ്കിൽ സാങ്ഷനിങ് റഷ്യ ആക്ട് 2025 പ്രകാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 500% തീരുവ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് തരികയും അതിനായി ട്രംപ് ബില്ല് തയ്യാറാക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ഇന്ത്യ വഴങ്ങുന്നില്ല. ട്രംപിനെ മോദി വിളിക്കുന്നില്ല. എന്താണ് കാരണം? തേങ്ങ ഉടയ്ക്ക സ്വാമി എന്നായിരിക്കും നിങ്ങളിപ്പോൾ പറയുന്നത്. അനിയ നിൽ,
ആ കരാറിൽ കാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ പറ്റില്ല എന്ന് പറയുന്നത് എന്നറിയാമല്ലോ. കരാർ നിലവിൽ വന്നാൽ ജനിതക മാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക്, അതായത് പച്ചക്കറികൾ, ക്ഷീര ഉൽപ്പന്നങ്ങൾ, ഹോർമോൺ മാറ്റം വരുത്തിയ കോഴി ഇറച്ചി തുടങ്ങി ഇന്ത്യൻ കർഷകരുടെ നട്ടെല്ല് തകർക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ കാർഷിക മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തും. ഇനിയും മനസ്സിലായില്ലേ? 2008, 2009 ഇന്ത്യ അമേരിക്ക ആണവ കരാർ ഓർമ്മയുണ്ടോ? ശേഷം എന്ത് സംഭവിച്ചു? UPA സർക്കാരിന് ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചു. മൻമോഹൻ സർക്കാർ വീണു. അമേരിക്ക ചിരിച്ചു. ഈ വ്യാപാര കരാർ സാധ്യമായാൽ 2020, 2021 ഓർമ്മയുണ്ടോ? ഷഹീൻ ബാഗ്, കൂടാതെ കർഷക പ്രതിഷേധം, മാസങ്ങൾ നീണ്ട കർഷക പ്രതിഷേധത്തിനൊടുവിൽ ആ 3 കാർഷിക ബില്ലുകളും പിൻവലിച്ചത് ഓർമ്മയുണ്ടോ? ശ്രീലങ്കയിൽ അധികാര കൈമാറ്റം നടന്നു, പാകിസ്ഥാനിൽ അധികാര കൈമാറ്റം നടന്നു, ബംഗ്ലാദേശിൽ അധികാര കൈമാറ്റം നടന്നു, നേപ്പാളിൽ അധികാര കൈമാറ്റം നടന്നു. 2026 ഇന്ത്യ അതിന്റെ കാർഷിക ക്ഷീര വിപണികൾ തുറക്കണമെന്ന് USA ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് എന്നറിയാമോ? വീണ്ടും വലിയ കർഷക പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്താൻ. നേപ്പാളിൽ നടന്ന ജൻസി പ്രക്ഷോഭം ഫലം കണ്ടതുകൊണ്ട് അതേ മോഡലിൽ ലഡാക്കിൽ നടത്തിയപ്പോൾ ചിറ്റിപ്പോയ ജൻസി പ്രക്ഷോഭം സാധ്യമാകാതെ വന്നപ്പോൾ രാഹുൽ ഗാന്ധിയിലൂടെ, കർഷകരിലൂടെ ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കാൻ, ഭരണമാറ്റ പ്രവർത്തനങ്ങൾക്കായി കർഷകരെ റോഡുകളിലേക്ക് തള്ളിവിട്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ, മോദി ഭരണം അവസാനിപ്പിക്കാൻ ട്രംപ് കണ്ടുപിടിച്ച നവ കൊളോണലിസം. അതുകൊണ്ടാണ് നമ്മുടെ PM-നോടൊപ്പം നാം ഓരോരുത്തരും ഉറച്ചു നിൽക്കണം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. ജയ് ഹിന്ദ്, വന്ദേ മാതരം. ഇങ്ങനെയാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തുകൊണ്ട് ട്രംപിനെ പോലുള്ള ഒരു ലോകശക്തി എന്നൊക്കെ കരുതുന്ന അമേരിക്കയോട് ഇത്രമാത്രം നരേന്ദ്രമോദി പോരാടി നിൽക്കുന്നു എന്നത് നമ്മളിൽ പലരെയും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. എന്നാൽ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ട് എന്നത് ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കിയിരിക്കണം. ന്യൂസ് ഡെസ്ക് കർമാനസ്.